പ്രിയ സോറി, ഒരു അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് ഒന്ന് മാറേണ്ടി വന്നതാ. ഇതിലൊന്ന് ഒപ്പിടണം. ശാലിനി, എന്തായി വീട്ടിലെ കാര്യങ്ങള്? ഒന്നുമില്ല. തിയേറ്ററിൽ നിന്ന് കൊണ്ടുവരുന്നതുവരെ ശാലിനി ഇവിടെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ശരി. ചേച്ചി, എനിക്ക് മോളെ ഒന്ന് കാണണമായിരുന്നു. അവളെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അത് ചേച്ചി, ഞാൻ പെട്ടെന്ന് ഇറങ്ങിയതാ. അപ്പോൾ മോളെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഓപ്പറേഷന് മുമ്പ് അവളുടെ മുഖം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ കൊണ്ടുവരാം, ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. അല്ലെങ്കിലും എന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ആഗ്രഹിക്കുന്നതൊന്ന്, നടപ്പിലാകുന്നത് മറ്റൊന്ന്. അതൊരു കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാ. ചേച്ചി, ഓപ്പറേഷൻ കഴിയുമ്പോഴേ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചിരിക്കും. അതെന്റെ ഉറപ്പാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഓപ്പറേഷൻ കഴിഞ്ഞു വരുമ്പോ ചേച്ചി ആദ്യം തിരക്കുന്നത് മോളെയായിരിക്കും. ദൈവം ആ സമയത്ത് കുഞ്ഞിനെ നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിക്കും ശാലിനി. എങ്ങനെ? എവിടെയാണെന്നറിയില്ല, ആര് കൊണ്ടുപോയിന്നും അറിയില്ല. പിന്നെ എങ്ങനെയാ? അല്ല, പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, പോലീസ് വരട്ടെ, അവരന്വേഷിക്കട്ടെ. എനിക്കറിയില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയാലും കുഞ്ഞിനെ കാണാത്തതിന്റെ സങ്കടത്തിലായിരിക്കും ശാരിയേച്ചി. മനസ്സ് തളർന്ന പിന്നെ നമ്മളെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല ശാലിനി. മോളെ കണ്ടുപിടിക്കണം, അല്ലാതെ യാതൊരുവിധ മാർഗവും ഇല്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് അന്വേഷിക്കാം. മോള് എവിടെയാണെങ്കിലും കണ്ടെത്താൻ പറ്റും, എനിക്ക് വിശ്വാസമുണ്ട്. കുട്ടിയെ നഷ്ടപ്പെട്ടത് ഈ വീടിനകത്ത് നിന്നാണ്. അപ്പോ ഈ വീട്ടിലുള്ളവരറിയാതെ അക്കാര്യം നടക്കുകയുമില്ല. അറിയാവുന്നവർ അറിയാവുന്നത് പോലെ സത്യങ്ങൾ തുറന്നു പറഞ്ഞ ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാതെ ഈ കേസ് അങ്ങ് അവസാനിപ്പിക്കായിരുന്നു. അല്ലെങ്കിൽ ഇത് പ്രശ്നമാവും. ഈ വീട്ടിലെ അല്ലാത്തവരൊക്കെ, അതായത് ഈ വീടുമായിട്ട് ബന്ധമില്ലാത്തവരൊക്കെ ഒന്നിങ്ങോട്ട് മാറിയുന്നേ. മാറ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഇവിടുത്തെ പണി? നിങ്ങൾ മുതൽ പറ, എന്താ നിങ്ങളുടെ ഇവിടുത്തെ പണി? ഞാൻ സാറേ, ഈ പിള്ളി ഇന്നലെ രാത്രി ഇവിടെ ഇല്ലായിരുന്നു. താൻ ഇന്നലെ രാത്രിയിൽ എവിടെ പോയി?